യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായ ഈ നാടിന്റെയൊക്കെ വികസന നായകനും കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിമാനവുമായ MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ്യൻ, ബഹുമാനപ്പെട്ട MLA ശ്രീ പ്രമോദ് നാരായണൻ, ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനായ എൻ്റെ സഹപ്രവർത്തകനും MP-യുമായ PP സുനീർ അടക്കമുള്ള ഈ വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, ബഹുമാന്യരായ സഖാക്കളെ, സഹോദരന്മാരെ, സ്നേഹിതരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് 3 ദിവസം മുമ്പ് ആരംഭിച്ച യാത്ര, വികസന മുന്നേറ്റ ജാഥ, പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ, പത്തനംതിട്ട ജില്ലയുടെ 5 നിയമസഭാ മണ്ഡലങ്ങളും പിന്നിട്ട് കോട്ടയം ജില്ലയിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും പിന്നിട്ട് അവസാനത്തെ നിയമസഭാ മണ്ഡലമായ പൂഞ്ഞാറിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് സമാപന സമ്മേളനമാണ്. ഞാനും നോക്കുമ്പോൾ ഇതെല്ലാ അർത്ഥത്തിലും ഒരു സമാപന സമ്മേളനമാണ് ജില്ലയുടെ. കാരണം ഈ വന്ന വഴിയിൽ ഇപ്പോഴും ആളുകൾ ഈ പന്തൽ നിറഞ്ഞു കവിഞ്ഞ വഴിയിലാണ് നിൽക്കുന്നത്. അങ്ങോട്ട് നോക്കിയാൽ എനിക്ക് കാണാൻ സാധിക്കത്തില്ല, അത്രമാത്രം ഒരു ജനസാഗരമായി ഈ പൂനാച്ചിലെ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ സമ്മേളനം എല്ലാ അർത്ഥത്തിലും വളരെ ഗംഭീരമായിരിക്കുന്നു, വളരെ ഉജ്ജ്വലമായിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളെയും സഹോദരന്മാരെയും സഖാക്കളെയും ഞാൻ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുക. ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ പറ്റി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങോട്ട് നോക്കിയാൽ വഴി, ഇങ്ങോട്ട് നോക്കിയാൽ പാലം, ഇങ്ങോട്ട് നോക്കിയാൽ സിവിൽ സ്റ്റേഷൻ, ഇങ്ങോട്ട് നോക്കിയാൽ സ്കൂള്, അങ്ങോട്ട് നോക്കിയാൽ ആശുപത്രി, ഇനി പറയാനൊന്നുമില്ല. നിങ്ങൾ പൂഞ്ഞാറ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പൂഞ്ഞാറ് കാണുന്നുണ്ട്. എന്താണ് പഴയ പൂഞ്ഞാറും ഇപ്പോഴത്തെ പൂഞ്ഞാറുമായിട്ടുള്ള ഒരു വ്യത്യാസം? ഞാൻ ചരിത്രം എടുത്ത് നോക്കുമായിരുന്നു. ഏതാണ്ട് പഴയ മുഖ്യമന്ത്രി തൊട്ട് 4 മന്ത്രിമാര് പൂഞ്ഞാറ് പ്രതിദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഇരട്ടിയായി കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൂഞ്ഞാറിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും കേരള സംസ്ഥാനത്ത് ഇത്രമാത്രം ഒരു വികസനത്തിലേക്ക് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. മറ്റേതെങ്കിലും നിയോജകമണ്ഡലത്തിലെ MLA-മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, ഞാനൊക്കെ ഈ പ്രളയ സമയത്ത് ഇതിലെ വന്നിട്ടുണ്ട്, കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. തകർന്ന് തരിപ്പണമായിരുന്നു. അതിനെയാണ് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പൂഞ്ഞാറെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ കാണുന്നുമുണ്ട്. ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാൻ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തില് പൂഞ്ഞാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, നേതാക്കൾ, അതിനെല്ലാം ഉപരിയായി നമ്മുടെ പ്രിയങ്കരനായ MLA, നമുക്കറിയാം, അങ്ങ് വാഗമൺ തൊട്ട് ഇന്ന് ഏഞ്ചൽ വാലി അല്ലെ, പമ്പാവാലി വരെ എങ്ങനെ നീണ്ടു കിടക്കുക. എപ്പോ വിളിച്ചാലും പറയും ഞാൻ ഇങ്ങേ അറ്റത്താണ്, ഒന്ന് പാലായിക്ക് വരുവോ എന്ന് ചോദിച്ചാൽ 2 മണിക്കൂർ എടുക്കും. ഇത്രമാത്രം യാത്ര ചെയ്ത് ഈ പ്രദേശത്തിന്റെ വികസനം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഈ പ്രദേശത്തിന്റെ വികസനം ഇത്രമാത്രം നമുക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഇന്നേ ദിവസം റോഷിയിരിക്കുന്ന എന്നെ കൂട്ടിക്കൊണ്ട് പീരിമേട്ടിലേക്ക് പോകാനാണ്. പീരിമേട് വണ്ടിപ്പെരിയാറിൽ ഇതിനു ശേഷം ഒരു യോഗമുണ്ട്. അതിനുശേഷം നെടുങ്കണ്ടത്ത് ഒരു യോഗമുണ്ട്.
അതിനുശേഷം ദേവികുളത്തിലേക്ക് പോകേണ്ടതുമാണ് ഇന്ന് തന്നെ. അതുകൊണ്ട് ഇവിടെ ഇരുന്ന ടീമുകളൊക്കെ അവിടെ എത്തുവാൻ വേണ്ടി ഓടി എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ആ യോഗങ്ങളൊക്കെ ഇതുപോലുള്ള ജനസാന്നിധ്യം അവിടെ ഉണ്ട്. അവിടുന്ന് വിളികളൊക്കെ വന്നു. അതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. മറ്റ് നേതാക്കന്മാരൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. ഇവിടെ ഈ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ ഇവിടെ എത്രയോ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ളവരുണ്ട്. ഞാൻ അവരോടൊക്കെ പലപ്പോഴും അവിടെയൊക്കെ നമ്മുടെ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നമ്മുടെ കേരള സംസ്ഥാനത്ത് പലയിടങ്ങളിൽ പോകുമ്പോൾ എൻ്റെ പ്രദേശത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവിടെ പാലമുണ്ട്, കുടിവെള്ളമുണ്ട്, ആശുപത്രിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ ഏത് വികസന പദ്ധതിയാണ്, ഇവിടെ ജനപ്രതിനിധികൾ ഇരിപ്പുണ്ട്, ഏത് വികസന പ്രവർത്തനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാം പ്രധാനപ്പെട്ടത്. ആശുപത്രി വേണം, പാലം വേണം, ഇതെല്ലാം വേണം. പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ ആഗ്രഹിക്കുന്നതും ആ കുടുംബം ആഗ്രഹിക്കുന്നതും ആ വ്യക്തിപരമായി ഈ സർക്കാർ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ വീട്ടുമുറ്റത്തേക്ക് എന്ത് വികസനമാണ് കൊണ്ടുവന്നത് എന്നെടുത്ത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഞാൻ കാണുന്നത്, സാധാരണക്കാര് കാണുന്നത് ഒരു വികസന പദ്ധതിയാണ്. അത് കേരളത്തിലെ പൊതുവെ എല്ലാ സാധാരണക്കാരും പാവപ്പെട്ടവരും അത് നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കും. അത് മറ്റൊന്നുമല്ല, അത് നമ്മുടെ പെൻഷനാണ്, ക്ഷേമ പെൻഷനാണ്, ക്ഷേമവേതനമാണ്. അതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, 2000 രൂപ വെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അതായത് അല്പം ഒരു ആശ്വാസമാണ്. വലിയ എമൗണ്ട് ഒന്നെങ്കിലും നമുക്ക് 600 നിന്ന് 1600 2000 തീർച്ചയായിട്ടും നല്ലൊരു ആശ്വാസമായിട്ട് തന്നെ കണക്കാക്കുകയാണ്. ഇവിടെ ഞാനൊരു കണക്കെടുത്ത് നോക്കിയപ്പോൾ മുണ്ടക്കയം പഞ്ചായത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, എനിക്കൊന്ന് വലിയൊരു പഞ്ചായത്താണ്. പണ്ട് ഇതിലെയൊക്കെ ഒത്തിരി പോകുമായിരുന്നു. ഇതിലെ ഞാനും വന്നിട്ടുണ്ട്. പണ്ട് മൂവാറ്റുപുഴ ലോക്സഭയിൽ നിന്നപ്പോൾ ഈ പ്രദേശത്തിൽ കൂടെയൊക്കെ ഞാൻ കടന്നുപോയി. അതിനുശേഷം കോട്ടയം ലോക്സഭയായപ്പോൾ ഇവിടുന്ന് മാറി കോട്ടയത്തെ ഡീലിമിറ്റേഷൻ എന്നങ്ങോട്ട് മാറുകയുണ്ടായി. അവിടുത്തെ ഒരു പാർലമെന്റ് അംഗമായി. പക്ഷേ ഈ പ്രദേശത്തിൽ കൂടെ വരുമ്പോൾ നമുക്കറിയാം, ഒരു മലയോര പ്രദേശമാണ്. ഈ പ്രദേശത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ആകെ 6049 ആളുകൾക്ക്, നമ്മുടെ മുണ്ടക്കയത്തെ പഞ്ചായത്ത് മെമ്പറും ആൾക്കാരൊക്കെ കാണും, എടുത്ത് നിങ്ങൾ പരിശോധിക്കണം. 6049 ആളുകൾക്ക് കുടുംബത്തിന് 2000 രൂപ വെച്ച് ഓരോ മാസവും ഈ നിയമസഭാ മണ്ഡലത്തിലല്ല, ഈ പഞ്ചായത്തിൽ കൊടുക്കുകയാണ് ക്ഷേമ പെൻഷനായിട്ട്. 6000 കുടുംബങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസം എത്ര രൂപ കൊടുക്കും? ഒരു മാസം എത്ര രൂപ കൊടുക്കും? 6000 രൂപ വെച്ച് കൊടുത്താൽ ഒരു മാസം 1,20,00,000 രൂപ. 1,20,00,000 രൂപ നമ്മള് ഈ പഞ്ചായത്തില് ക്ഷേമ പെൻഷനായിട്ട് 6000 കുടുംബത്തിന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മാസം 1 കോടിയാണെങ്കിൽ ഒരു വർഷം എത്ര രൂപ കൊടുക്കുന്നുണ്ട്? ഇൻറ്റു 12, 1,20,00,000 × 12 നമുക്ക് കാണുവാൻ കഴിയും 14,51,00,000 രൂപ ഒരു വർഷം ഈ പഞ്ചായത്തിൽ ഇത്രയും കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ്. നമ്മള് ഇത് 5 വർഷം, 5 വർഷത്തേക്കാണല്ലോ കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ സർക്കാർ 5 വർഷത്തേക്കാണ്. അങ്ങനെ വരുമ്പോൾ 72,59,00,000 രൂപ ഈ പറയുന്ന നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഒരു വർഷം, നമ്മൾ ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്തു, ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്തു, 5 വർഷം കൊണ്ട് 72 കോടി രൂപ ഈ ഒരു പഞ്ചായത്തിൽ തന്നെ നമ്മൾ ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഏതാണ്ട് 12 പഞ്ചായത്തോളം, 10 പഞ്ചായത്തുണ്ട്.
അപ്പോൾ 72 കോടി രൂപ 5 വർഷം കൊണ്ടാണെങ്കിൽ 10 മണ്ഡലത്തിലുമായി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എത്ര വരും? ശരാശരി ഇത് തന്നെ അങ്ങ് വെച്ചേക്കുക. നമുക്കറിയാം വലിയ പഞ്ചായത്തുകളെ മിക്കവാറും എന്ന് പറഞ്ഞാൽ 720 കോടി രൂപ 5 വർഷം കൊണ്ട് ഈ മേഖലയിൽ ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി അങ്ങനെയുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാറി നിൽക്കുന്നവരാടും അവർ തീർച്ചയായും ഇടതുപക്ഷ സർക്കാരിനെ ചേർത്ത് പിടിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതിന് സംശയമില്ല. കാരണം അത്രയും ഒരു വലിയൊരു ആശ്വാസം നമുക്ക് മറ്റൊന്നിനും കിട്ടത്തില്ല. അത് വലിയൊരു ആശ്വാസമാണ്. ഇന്നിത് പറയുമ്പോൾ തീർച്ചയായും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഞാനിപ്പോ പീരിമേട്ടിലേക്ക് പോവുകയാണ്. പീരിമേട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഇവിടെയുണ്ട്, തൊഴിലാളികൾ വർഗമുള്ള ആ മേഖലയാണ് അല്ലേ. ഞാൻ അങ്ങോട്ട് ഇങ്ങനെ കടക്കാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഈ ക്ഷേമ പെൻഷൻ തന്നെയാണ്. 1980-ൽ അന്ന് സാധാരണ രീതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബഡ്ജറ്റിന്റെ തലേ ദിവസം മുഖ്യമന്ത്രിയുടെ അടുത്ത് ധനകാര്യമന്ത്രി വന്ന് ഈ ബഡ്ജറ്റിന്റെ പൂർണ്ണ വിവരങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കും. ആ വായിച്ചു കേൾപ്പിച്ചിട്ട് എന്തെങ്കിലും മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അഭിപ്രായം പറയും. ചിലത് ഒന്ന് കൂട്ടണമെന്ന് പറയും, ചിലതൊന്ന് കുറയ്ക്കണമെന്ന് പറയും. സാധാരണ ഒന്നും പറയാറില്ല. അതൊരു കൺവെൻഷനാണ്. എപ്പോഴും എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി ചെയ്യാറുണ്ട്. അങ്ങനെ 1980-ലെ ആ ബഡ്ജറ്റിന്റെ തലേദിവസം അന്നത്തെ ധനകാര്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയെ പോയി കണ്ടു. ആ മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് ആ മുഖ്യമന്ത്രിയുടെ അടുത്ത് വൈകിട്ട് ഒരു 7:30 ആയപ്പോൾ ഇത് മുഴുവൻ വായിച്ച് കേൾപ്പിച്ചു. അങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്നതിന്റെ തൊട്ട് ഇടയ്ക്ക് ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞു. ആ പദ്ധതിയുടെ പേര് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് ഏറ്റുനിന്നു. ആ ധനകാര്യമന്ത്രിയെ ഒന്ന് ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കേരളം ഉള്ളിടത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾ ഈ പദ്ധതിയെ ഓർത്തിരിക്കും എന്ന് പറയുകയുണ്ടായി. എന്തായിരുന്നു ആ പദ്ധതിയുടെ പേര്? കർഷക തൊഴിലാളി വേതനം, കർഷക തൊഴിലാളി പെൻഷൻ. എത്രയായിരുന്നു എമൗണ്ട്? വെറും 45 രൂപയായിരുന്നു 1980-ൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഷക തൊഴിലാളി വേതനം കൊടുത്തത്, പെൻഷൻ കൊടുത്തത്, മറ്റൊരു തരത്തിലുള്ള പെൻഷൻ ഒരിടത്തും ഈ രാജ്യത്തില്ല, സംസ്ഥാനത്തുമില്ലായിരുന്നു. ആദ്യത്തെ പെൻഷൻ ആയിരുന്നു കർഷക തൊഴിലാളി പെൻഷൻ. അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? സഖാവ് EK നായനാരായിരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു? ശ്രീ KM മാണിയായിരുന്നു. അന്നത്തെ സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരായിരുന്നു. അപ്പോൾ വേതനങ്ങൾ ആരംഭിച്ചത്, പെൻഷൻ ആരംഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. ആ വേതനം ഇന്ന് കൂടി 1600 ഇന്ന് 1600 2000 ഇന്ന് നമുക്കറിയാം. ലൈഫ് മിഷന്റെ കാര്യത്തിൽ ഇവിടെ സൂചിപ്പിച്ചു, വീടുകൾ വെച്ചു കൊടുത്തതിന്റെ കാര്യത്തിൽ. ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ 4301 ലൈഫ് മിഷൻ വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് 4300 വീടുകൾ മാത്രമല്ല. നമുക്കറിയാം ഓരോ വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം തലചായ്ക്കുവാൻ സ്വന്തമായ ഒരു വീട് വേണം എന്നുള്ളതാണ് അല്ലേ. നമുക്കൊക്കെ മരണത്തിന് മുമ്പ് സ്വന്തമായി നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ഒരു സ്വന്തമായ ഒരു വീട് വേണം. അങ്ങനെ ഭൂമിയില്ലാത്ത ആളിന്, അങ്ങനെ വീടില്ലാത്ത ആളുകൾക്ക് 4300 പേർക്ക് എന്ന് പറയുമ്പോൾ ശരാശരി ഒരു കുടുംബത്തിൽ അപ്പനും മകനും അല്ലെങ്കിൽ ഈ പറയുന്ന മാതാപിതാക്കൾ 2 പേരും, ഭാര്യയും ഭർത്താവും 2 മക്കളും 4 പേരുണ്ടെങ്കിൽ നമുക്കറിയാം ഏതാണ്ട് ഈ പറഞ്ഞ 12,000 ആളുകൾക്കൊരു സുരക്ഷ കൊടുക്കാൻ കഴിഞ്ഞു ഈ നിയമസഭാ മണ്ഡലത്തിൽ. എത്രയോ വലിയൊരു കാര്യമാണ് എന്നുള്ളതാണ്. ഈ അടുത്ത നാളിൽ സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി അവതരിപ്പിച്ചു. എന്താണ് ആ പദ്ധതി? 35 വയസ്സിനും 60 വയസ്സിനുമുള്ള യാതൊരു വേതനമോ പെൻഷനമോ ഒന്നുമില്ലാത്ത വനിതകൾക്ക്, സ്ത്രീകൾക്ക്, അമ്മമാർക്ക് 1000 രൂപ വെച്ച് കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. നവംബർ 1-ാം തീയതി മുതൽ അതിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച സെക്രട്ടേറിയറ്റിൽ വിളിച്ചു ചോദിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു 18 ലക്ഷം പേരെ രജിസ്റ്റർ ചെയ്തു. ഞങ്ങളുടെ പണം ഇപ്പോൾ തന്നെ ഞങ്ങൾ അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. തീർച്ചയായും അതും നമുക്കൊരു ആശ്വാസം തന്നെയാണ്.
ഇവിടുത്തെ MLA ചോദിച്ചാൽ പറയും. നമുക്ക് പ്രധാനമായും നമുക്കൊരു അസുഖമുണ്ടാകുമ്പോൾ നമുക്കറിയാം എത്രയോ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്ന് ഗവൺമെന്റ് ആശുപത്രികൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും പല മരുന്ന് വാങ്ങുവാനൊക്കെ ചെലവുകളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് നമുക്ക് ചികിത്സാ സഹായം അത് ഓരോ രീതിയിലാണ് 30,000, 50,000, 75,000, 1,00,000 ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തവരുണ്ടാകാം, അക്ഷയ വഴി കൊടുത്തവരുണ്ടാകാം, MLA വഴി കൊടുത്തവരുണ്ടാകാം. ഏതൊക്കെയാലും അത് കോടിക്കണക്കിന് രൂപയുടെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എത്രയോ വികസനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷനും മറ്റ് ഇങ്ങനെയുള്ള നേരിട്ടുള്ള സഹായമാണ്. അതായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള ബെനിഫിഷ്യറീസ്, അങ്ങനെയുള്ള ഗുണഭോക്താക്കൾ, അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും ഇടത് സർക്കാരിനെ എന്നും ഓർത്തിരിക്കും. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഇടത് സർക്കാരെ നിങ്ങൾ ഓരോരുത്തരും ചേർത്ത് പിടിക്കും എന്നുള്ളതിന്. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇവിടെ ഞാൻ ഓർക്കുന്നു ഈ ഏഞ്ചൽ വാലിയിലും അതോടൊപ്പം തന്നെ ഈ പമ്പ വാലിയിലൊക്കെ വന്ന് നമ്മുടെയൊക്കെ കുറെ ആളുകളുണ്ട്, എന്നും വിളിക്കും. ഈ 5 വർഷത്തിന് മുമ്പും അതിന് ശേഷവും ഒക്കെ എന്താണ് അവിടുത്തെ പട്ടയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പല ആളുകളും ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അവിടെ നിന്നുള്ളവരെ ഞാൻ കാണുവാൻ സാധിച്ചു. എൻ്റെ ഇടയ്ക്ക് ജോസ് കെ മാണി ഒന്ന് ചോദിച്ചോട്ടെ, എത്രയോ വർഷമായി ഇവിടെ വനമാന്ന് പറയുന്നു, ഇതാന്ന് പറയുന്നു, ഞങ്ങൾക്ക് ഒരു രക്ഷയുമില്ല, ഞങ്ങൾക്ക് പട്ടയം ലഭിക്കുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ പുറകിലാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾക്ക് ഒരു കാര്യം സത്യമാണ്, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം LDFനെ സംബന്ധിച്ചോളം ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെ പറയും. UDFനുള്ള വ്യത്യാസം ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ചിന്തിച്ചേക്കണം, മിക്കവാറും ചെയ്യാൻ പറ്റിയല്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥിതിവിശേഷമുള്ളപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആ ഇടതുപക്ഷത്തിന്റെ വിശ്വാസം അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ ലഭിച്ച ആ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, അന്ന് ഞാൻ പറഞ്ഞു 4 വർഷക്കാലം മുമ്പ് ഇവരെല്ലാം വീട്ടിൽ വന്നു, MLA അടുത്ത് വന്നു, നിങ്ങൾക്ക് ഈ കിട്ടേണ്ട പട്ടയം കൈവശമുള്ള ആ ഭൂമിക്കുള്ള പട്ടയം അർഹതപ്പെട്ടതാണ്, പക്ഷെ സങ്കീർണമാണ്, പല സർക്കാരും നോക്കിയിട്ട് കിട്ടാതെ പോയി. എനിക്ക് തോന്നുന്നു 10-75 വർഷക്കാലമായി 75 വർഷക്കാലമായി ആ ഭൂമിയിൽ അവിടെയുള്ള കൃഷി ചെയ്യുന്നു, അവിടെയുള്ള കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നു. പക്ഷേ നമുക്കതിനുള്ള അധികാരമില്ല എന്നുള്ള രീതിയിൽ വന്ന എന്ത് ചെയ്യും? പക്ഷെ ഈ അടുത്ത നാളിൽ നമുക്കറിയാം ഏതാണ്ട് 2000-ഓളം വരുന്ന ഏഞ്ചൽ വാലിയിലും പമ്പ വാലിയിലുമുള്ള കർഷകർക്ക് അവർക്ക് പട്ടയം ലഭിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് വലിയൊരു ആശ്വാസമാണ്. ഇന്ന് പല മേഖലകളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് ഒരു 7,000 തൊട്ട് 10,000 ആണോ ഉള്ള പട്ടയം അത് ഏതാണ്ട് റെഡിയായിട്ടിരിക്കുകയാണ്, എപ്പോൾ വേണേലും കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ചെന്നെത്തിയിട്ടുണ്ട്. അതിന്റെ പുറകിൽ വലിയൊരു സാഹസികമായ ഒരു ഫോളോ അപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഞങ്ങളൊക്കെ ആ നാട്ടിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണിലേക്ക് പോകുന്ന ആ റൂട്ടിലൊക്കെ പോകാറുണ്ട്. അങ്ങോട്ട് അവിടെ പലപ്പോഴും നമുക്കറിയാം വിനോദസഞ്ചാരികളൊക്കെ അതിലേക്ക് പോകുന്നുണ്ട്. ഒരു 20-25 വർഷക്കാലമായി ആ റോഡ് എപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ നോക്കും, ഒന്ന് ദൈവമേ ഇത് എന്നാ ഒന്ന് 2-വിനെ ടാർ ചെയ്യുന്നത് എന്ന്. പക്ഷെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA ആകേണ്ടി വന്നു ആ റോഡ് BMBC ചെയ്ത് മനോഹരമായി പൂർത്തിയാക്കുക ചെയ്യേണ്ടത് എന്ന്. വലിയ വമ്പന്മാരൊക്കെ ഇവിടെയൊക്കെ വന്ന് ഇവിടുത്തെ പ്രതിനിധിയൊക്കെ ആയിട്ടുണ്ട്, വാചകടിക്കാനൊക്കെ മിടുക്കന്മാരാ. പക്ഷെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ ഒന്നുമില്ല, 0 ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നമുക്കറിയാം ഇന്ന് എത്രയോ കാര്യങ്ങൾ ഇന്ന് കേന്ദ്രവുമായി ഇന്ന് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഗ്രാമീണ റോഡുകൾ മുതൽ നാഷണൽ ഹൈവേ വരെ, മലയോര ഹൈവേ വരെ, ഇന്ന് തീരദേശ ഹൈവേ വരെ, വാട്ടർ മെട്രോ മുതൽ നമുക്ക് കാണുവാൻ വിഴിഞ്ഞം തുറമുഖം വരെ, പ്രൈമറി സ്കൂൾ മുതൽ ഇന്ന് ടെക്നോ പാർക്ക് വരെ, പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ഇന്ന് മെഡിക്കൽ കോളേജുകൾ വരെ, ഇന്ന് ബസ് ടെർമിനൽ മുതൽ ഇന്ന് വിമാനത്താവളം വരെ, ഇന്ന് അംഗൻവാടി മുതൽ ഇന്ന് മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ വരെ, ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ ഇത്രയും മാത്രമൊക്കെ വികസന പദ്ധതികൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്.
ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, സൗകര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ. ഞാൻ മുമ്പേ പറഞ്ഞോളെ പെൻഷൻ പോലെ ഒരു കാര്യം. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. 2016 ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ഞാൻ ചോദിച്ചിട്ട്, നിങ്ങളുടെ ആരുടെയും കുട്ടികൾ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കുക. 2016 10 വർഷം കഴിഞ്ഞു. ഇടതുപക്ഷ സർക്കാർ 10 വർഷം ഭരിച്ചതിന് ശേഷം ഇപ്പൊ അവർക്ക് എത്ര വയസ്സായി കാണും? ഇപ്പൊ എത്ര വയസ്സായി കാണും? പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇരിപ്പുണ്ടല്ലോ. എത്ര വയസ്സായി കാണും? 18 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സായി കാണും. അവരോടൊന്ന് ചോദിക്കുക, നിങ്ങൾക്ക് പവർ കട്ട് എന്താണെന്നോ പവർ ഫെയിലിയർ എന്താണെന്നോ ലോഡ് ഷെഡിങ് എന്താണോ എന്ന് ചോദിച്ചാൽ അവർക്ക് പറയും, എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അതിന് അനുഭവമില്ല, ഞങ്ങളൊട്ട് കണ്ടിട്ടുമില്ല. അത് ശരിയല്ലേ? കഴിഞ്ഞ 10 വർഷക്കാലമായി പവർ കട്ട് ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അത് കേരള സംസ്ഥാനം. മറ്റെല്ലായിടത്തും ഇവൻ ഹൈദരാബാദിലും അതുപോലെ തന്നെ മറ്റും മഹാരാഷ്ട്രയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലോഡ് ഷെഡിങ് വരും. പക്ഷെ ഇത് പറയാനുള്ളൊരു കാരണം, ഇന്ന് നമ്മുടെ നാട്ടിൽ കോവിഡിന് ശേഷം വളരെയധികം യുവാക്കൾ ഐ ടി മേഖലയിലുള്ളവർ എത്രയോ ആളുകൾ ആ പ്രളയം കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, നിങ്ങൾ അല്ലെങ്കിൽ കോവിഡ് കഴിഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി, അല്ലേ? വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞ ഒരു ടെർമിനോളജി പറഞ്ഞു. എന്തിനാണ്? അവരെങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യും, വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യും, രാത്രിയിലായിരിക്കും മിക്കവാറും. കാരണം അമേരിക്കയിൽ ആ സമയത്ത് പകലാണ്. അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവരുടെ കമ്പനികളുമായിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് ചിന്തിച്ചേ, ഈ കേരള സംസ്ഥാനത്ത് 1 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് വർക്ക് ഫ്രം ഹോം ഉണ്ട്, അതിൽ കൂടുതലുണ്ട്. അവര് മദ്രാസിലോ അല്ലെങ്കിൽ ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിൽ പോകാതെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ, ഈ രാത്രി കാലഘട്ടങ്ങളിൽ പകലാകട്ടെ ജോലി ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ വിത്ത് വൈഫൈയിലാണ് ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. അത് പവർ കട്ട് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അവരെല്ലാം പരിഭ്രാന്തിയാകും. ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങ് അപ്പുറത്തിരിക്കുന്ന കമ്പനികൾക്ക് 1 മിനിറ്റ് 1 സെക്കൻഡ് കട്ടായി പോയാൽ, ലൈൻ കട്ടായി പോയാൽ അവരുടെ കണക്കുകൾ മുഴുവൻ തെറ്റും. അവരുടെ ആളുകൾക്കൊന്നും ഇതിൻ്റെ പ്രോഡക്റ്റ് സർവീസ് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു സസ്പെൻഷനിലേക്ക് ജോലി തന്നെ നഷ്ടപ്പെടും. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലമായി ആ ഒരു കാര്യത്തിൽ ഒരിക്കലും ഒരു പവർ കട്ടില്ലാത്ത ഒരു സംസ്ഥാനം അത് കേരളമായി മാറിയിരിക്കുകയാണ്. ഇന്ന് പെൻഷൻ മുടങ്ങാത്ത ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. റേഷൻ മുടങ്ങാത്ത ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അത് കേരളമാണ്. ഇന്ന് ആധുനിക രീതിയിലുള്ള ആശുപത്രികളുള്ളത് അത് കേരളമാണ്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും വലിയ ഒരു മുന്നേറ്റം നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്ന കേന്ദ്രത്തിൽ നിന്നൊരു സഹായം ലഭിച്ചെങ്കിലേ ഉള്ളൂ, സാമ്പത്തികമായ സഹായം ലഭിച്ചെങ്കിലും നമുക്ക് വികസനമായി മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ 7000 കോടിയാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് റബ്ബർ ഇറക്കുമതി ചെയ്തപ്പോൾ ലഭിച്ചത്. 75% റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ 5000 കോടി രൂപ അത് കേന്ദ്രം ഇവിടെയുള്ള കർഷകർക്ക് വിലസ്ഥിരതാ ഫണ്ട് 200 നിന്ന് 300 ആക്കാൻ ഒരു പ്രയാസവുമില്ല. അത് കൊടുത്താൽ തന്നെ മതി. അതിനകത്തുനിന്ന് ഒരു 1500 കോടി രൂപ കൊടുത്താൽ 2 വർഷത്തേക്കുള്ളതുകൊണ്ട്, പക്ഷെ അത് കൊടുക്കാൻ തയ്യാറാകില്ല. അപ്പോൾ ഞാൻ ചുരുക്കുന്ന സ്നേഹിതരെ, ഇന്ന് കേന്ദ്രത്തിന് പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ, കേരളത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ അവർ നമുക്ക് കാണുവാൻ കഴിയുന്നത് കോൺഗ്രസും BJPയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പാർലമെന്റില് തൊട്ട് അയലോകത്തുള്ള തമിഴ്നാടിന്റെ MP-മാര് ADMKയും DMKയും കീരിയും പാമ്പും പോലെ അവിടെ ഇരുന്ന് ഫൈറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പല വിഷയത്തിലും. പക്ഷേ തമിഴ്നാടിനെ തൊട്ട് കളിക്കുന്ന ഏതെങ്കിലും അവരുടെ നാടിന്റെ വിഷയം ഉണ്ടെങ്കിൽ അവരൊന്നാണ്. നമ്മളും ഇവിടെ ഈ സംസ്ഥാനത്തിന് തകർക്കുവാൻ ഇന്ന് കേന്ദ്രം ശ്രമിക്കുമ്പോൾ, പല കാര്യങ്ങളും ശ്രമിക്കുമ്പോൾ, അപ്പുറത്ത് കോൺഗ്രസിന്റെ MP-മാരിരുന്ന് ചിരിക്കുകയാണ്. ഞങ്ങള് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അവിടെ പോയി സമരം നടത്തി. അവരോട് പറഞ്ഞ, നിങ്ങളോട് ഒന്ന് കൂട്. അവർ കൂടിയില്ല എന്ന് മാത്രമല്ല, ഒരു മെമ്മോറാണ്ടത്തിലൊന്ന് ഒപ്പിട്ട് തരാം, അത് പ്രധാനമന്ത്രിക്ക് കൊടുക്കാനാണ്, ഞങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം ലഭിക്കുന്നില്ല, ഞങ്ങൾ ഒപ്പിടില്ല, ഞങ്ങൾ കൂടില്ല എന്ന്.
ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രത്തിൽ അവിടെ പോയി കുത്തിയിരുന്ന് സമരം നടത്തുക. എന്തിനാ ഞങ്ങളുടെ വിഹിതം തരണമെന്ന്. ഇതൊക്കെ ആണെങ്കിൽ പോലും തനതായ വരുമാനം ഉയർത്തി ഈ വികസന പ്രവർത്തനങ്ങളും എല്ലാമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇത്രയും പ്രദേശങ്ങളിൽ കൂടി കടന്നു വരുമ്പോൾ ഈ ടീമുമായിട്ട് ഞങ്ങൾ ഈ നമ്മുടെ വികസന മുന്നേറ്റ യാത്ര വരുമ്പോൾ അവിടെയെല്ലാം ഇന്ന് ആവേശകരമായ ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ആവേശം ഇവിടെ കാണുമ്പോൾ ഒരു കാര്യം കൃത്യമാണ്, ഒരു കാര്യം വ്യക്തമാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്ന തുടർഭരണവും അതോടൊപ്പം തന്നെ മൂന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ചയായിരിക്കും. അതാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.